ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ദുബായ് വന്നതിന് ശേഷം മെട്രോ യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ എന്നുള്ള രീതിയിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാനും ശ്രീയുടെ കസിൻ അനുശ്രീ എന്നാണ് ശരിക്കുള്ള പേര്. അനു ഐച്ചീൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ആളാണ് എനിക്ക് ഇന്നത്തെ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഓൺ പാസീവ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ്. നമുക്ക് പോകേണ്ടത് സെൻറ്റർ പോയിന്റിലേക്കാണ്. സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ പിന്നെ ഷാർജയിലേക്ക് മുവേലയിലേക്ക് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. മുവേലയിൽ അനുവിൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പം ആളെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നത്തെ യാത്ര. ഈ മെട്രോൻ്റെ ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ലൈനാണുള്ളത്, റെഡ് ലൈനും അതുപോലെ തന്നെ ഗ്രീൻ ലൈൻ. നമ്മളിപ്പോൾ റെഡ് ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് റെഡ് ലൈനിൽ പോയിട്ട് മാറിക്കുകയാണെങ്കിൽ ബുർജമാൻ അല്ലെങ്കിൽ വേറൊരു സ്റ്റേഷനും കൂടിയുണ്ട്, അവിടെ നിന്ന് നമുക്ക് മാറിയിട്ട് വേറെ പോകാവുന്നതാണ്. അതൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ മെട്രോയിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കിയിട്ട് മാപ്പിലൂടെ നോക്കിയിട്ട് വന്നാലും മതിയാവും. സോ ഇത് നമ്മൾ മെട്രോ കാർഡ് റീചാർജ് ചെയ്യുകയാണ്. ഇതൊക്കെ എനിക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. ഈ മെഷീൻ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അത്ര നമ്മൾ ഹസിലൊന്നും ചെയ്യുന്നില്ല. അതുപോലെ നമുക്ക് ബാലൻസ് ചെയ്യാനും കൂടി ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ പിന്നെ ഒരു 3/4 മണിക്കൂറാണ് നമ്മൾ ഷാർജയ്ക്കുള്ള ബസ് കാത്തുന്നത്. ഷാർജയിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കറക്റ്റ് മുവേലയിലേക്കുള്ള ബസ് കിട്ടാൻ വേണ്ടി കുറച്ച് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓൺ ടൈമൊന്നും ആയിരുന്നില്ല ബസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ അനുവിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന ഒരു ബെഡ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഫ്രണ്ടിനൊക്കെ കണ്ടിട്ട് വരാം. ആ സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന വാട്ടർ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വാ. വാട്ടർ ഫ്രണ്ട് എന്ന് പറയുന്നത് മേജർ മാർക്കറ്റിംഗ് പ്ലേസ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് വലിയൊരു ബിൽഡിങ്ങിൽ നമ്മളിങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ലാണ്ട് ഇവിടുത്തെ മെയിൻ കാര്യം വാട്ടർ ഫ്രണ്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും മീനിനെയാണ്. ഇവിടെ ലൈവായിട്ടുള്ള കുറേ അധികം ഫിഷസും കാര്യങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് തോന്നിയില്ല ക്രസ്റ്റേഷ്യൻസ് ആണ്, അതായത് മറ്റേ ക്രാബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, മൊളസ്ക്, അതൊക്കെ ലൈവായിട്ടുണ്ടായിരുന്നു. നല്ല വണ്ണമുള്ള സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോബ്സ്റ്റേഴ്സിൻ്റെ പലതരത്തിലുള്ള സ്പീഷീസും കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇത് ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ട് കുറേ സൈഡ് ആയിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അതായത് ക്ലോത്ത്സ് ഉണ്ട്, ഡ്രസ്സസും ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു കടയിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയി. ഇവിടെ 20 ദിർഹംസിന് നമുക്ക് നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റ്സ്. ഇവിടെ ബെഡ്ഷീറ്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കുന്നത് ഭയങ്കര ലോക്കലായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്ര നല്ലത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയാണ് അവിടുത്തെ വിശേഷം. അങ്ങനെ നമുക്ക് നേരെ അനുവിൻ്റെ ഫ്രണ്ടിനെ കണ്ടതിന് ശേഷം നമ്മൾ രണ്ടാളും നേരെ ആക്ച്വലി നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നതൊന്ന് ത്രെഡ് ചെയ്യാനൊക്കെ പോകാമെന്നുള്ളതാണ്. എനിക്കല്ല, അനുവേശിക്കാണ്. പക്ഷേ നമ്മൾ വരുമ്പോഴത്തേനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട്, ശ്രീയും ബാക്കി കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അഞ്ജേഷിൻ്റെയും സായി ചേട്ടൻ്റെയും റൂമിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ഡിന്നറാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവൽ മിൽക്ക് ഉണ്ടായിരുന്നു, ഫലൂദ, പിന്നെ അങ്ങനത്തെ 2-3 സൺഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിച്ചിട്ട് ഞാനും അനുവും കൂടിയിട്ട് ഒന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. നമ്മൾ വീക്ക്ലി ഷോപ്പിംഗ് ഉണ്ടല്ലോ, അതിനായിട്ടാണ് പോകുന്നത്. ഇവരാരും ഇല്ലാണ്ട് അതായത് ശ്രീയും ആരും ഇല്ലാണ്ട് ഞാനങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. പക്ഷേ ജിൻസേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും അനുവും കൂടിയിട്ട് പോയി. അവർ വരുന്നില്ല എന്ന് പറഞ്ഞു, അവർ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിചാരിച്ചു വൈ നോട്ട് നമുക്കൊന്ന് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്തിടുകയാണ്. പക്ഷേ എനിക്ക് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയെച്ചാൽ മേ ബി ഇവിടെ നല്ല ബ്രാൻഡ്സ് ഉണ്ടാകുമായിരിക്കും, ഉപയോഗിച്ചാൽ നല്ലതായിട്ട് തോന്നുന്നത്. അപ്പം അതെനിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. പിന്നെ അനുവിനോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മളിതേ തിരിച്ചിട്ട് പോവുകയാണ്. സൈഡിൽ സഞ്ജയേട്ടനും അനേച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ദുബായിൽ പുറത്തിറങ്ങിയാൽ പിന്നെ എന്തായാലും വ്യൂ കിട്ടുന്നതാണ് ബുർജ് ഖലീഫേൻ്റെത്. പക്ഷേ ഇന്ന് എന്തോ അതിൻ്റെ ലൈറ്റിംഗ് അത്ര നന്നായിരുന്നില്ല. ഇന്നലെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു എന്നാണ്
പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ പുതിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇഫ്താർ എന്ന് പറയുന്നൊരു പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ എല്ലാവർക്കും പോകണം എന്നുള്ള രീതിയിലായതുകൊണ്ട് നമ്മൾ വേഗം തന്നെ റൂമിലേക്ക് വന്നു. എൻ്റെ റൂമിലേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഷവർമയാണ് കേട്ടോ കഴിക്കുന്നത്. ആൽക്കേൽ ഗേറ്റിനടുത്ത് തന്നെയുള്ള ഷോപ്പാണ് ഇത്. പുതിയൊരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരു പാക്ക് ചെയ്യുന്നുണ്ട്. പാക്കേജിൻ്റെ അകത്ത് തന്നെ നമുക്ക് പിക്കിൾസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ കടന്നുറങ്ങുകയാണ് ചെയ്തത്. ഇപ്പം തന്നെ 1 മണി 1:30 ആയിട്ടുണ്ട് സമയം. ഇപ്പം ഇങ്ങനെയാണ് ശനിയും ഞായറും വളരെയധികം ലേറ്റായിട്ട് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.